xn ഒരു കോഷി സീക്വൻസ് ആണ് തന്നിട്ടുണ്ട്, yn വേറൊരു കോഷി സീക്വൻസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ xn പ്ലസ് yn എന്ന സീക്വൻസ് കോഷി സീക്വൻസ് എന്ന് പറയണം. xn കോഷി ആവുമ്പോൾ ഡെഫിനിഷൻ വെച്ചിട്ട് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n1, capital N1, such that modulus of xn1 minus xm1 less than epsilon by 2 for all n1, m1 greater than or equal to n1. yn കോഷി ആയതുകൊണ്ട് there exists a natural number capital N2 such that modulus of yn2 minus ym2 less than epsilon by 2 for all n2, m2 greater than or equal to n2. ഇനി നമുക്കിവിടെ പറയേണ്ടത് എന്താണ്? xn പ്ലസ് yn കോഷി എന്നല്ലേ? സീക്വൻസ് ഓഫ് xn പ്ലസ് yn ഈസ് എ കോഷി സീക്വൻസ് എന്നല്ലേ പറയണ്ടേ? സീക്വൻസ് ഓഫ് xn plus yn is a Cauchy sequence എന്ന് പറയാനായിട്ട് for every epsilon greater than 0 there exists a natural number n, there exists a natural number n അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയേണ്ട k എന്നല്ലേ പറയുള്ളൂ. there exists a natural number k, ഏതായാലും കുഴപ്പമില്ല, natural number k such that modulus of xn plus yn, modulus of xn plus yn minus xm plus ym, xn plus yn minus xm plus ym less than epsilon for all n, m greater than or equal to k. ഇതാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താവും? xn സീക്വൻസ് xn plus yn കോഷി ആവും. ഇങ്ങനെ പറഞ്ഞാൽ സീക്വൻസ് xn plus yn കോഷി ആവും. അപ്പോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചൂസ് n is equal to maximum of choose k is equal to maximum of n1, n2. n1 ന്റെ n2 ന്റെ മാക്സിമം ഏതാണെന്ന് എടുക്കുക. then whenever n, m greater than or equal to k, we get okay, ഇവിടെ n1-നെക്കാളും വലിയൊരു k, അപ്പൊ n1-നെക്കാളും വലുതോ ഈക്വൽ ആണ് n1, m1. അപ്പൊ n1-നെക്കാളും വലിയൊരു k-നെക്കാളും വലുതോ ഈക്വലോ ആയിട്ടുള്ള n-ഉം m-ഉം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ശരിയാവുന്നതാണ്. അതെ, ഈ n1-നെക്കാളും വലുതായിട്ടുള്ള എല്ലാ സ്മാൾ n1-നും സ്മാൾ m1-നും ഈ പ്രോപ്പർട്ടി ശരിയാകുമെങ്കിൽ ഈ n1-ന്റെയും n2-ന്റെയും മാക്സിമം എന്ന് വെച്ചാൽ n1-നെയും n2-നെക്കാളും വലുതോ ഈക്വലാവുള്ളൂ അല്ലെ? അതിനാണ് k എന്ന് എടുക്കുക. അപ്പൊ k-യെക്കാളും വലുതായിട്ടുള്ള n, m എന്ന് വെച്ചാൽ ഇവരെക്കാളും n1-ന്റെയും m1-ന്റെക്കാളും വലുതോ ഈക്വലൊക്കെ ആവുമല്ലോ. അപ്പൊ ഈ n1-ന് പകരം n-ഉം m1-ന് പകരം m-ഉം കൊടുക്കാം. we get modulus of xn minus xm less than epsilon by 2 and modulus of yn minus ym less than epsilon by 2. കാരണം n-ഉം m-ഉം n1-ന്റെയും n2-ന്റെയും മാക്സിമത്തെക്കാളും വലുതാണ്. നമുക്കിനി ഇത് ഈ കണ്ടീഷനാണ് എത്തിച്ചേരേണ്ടത്. ഈ കണ്ടീഷൻ അല്ലേ? ഈ കണ്ടീഷൻ എത്തിച്ചേരാൻ വേണ്ടി ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. കൺസിഡർ modulus of xn plus yn minus xm plus ym is equal to
നമുക്കിതിനെ ഇത് അപ്ലൈ ചെയ്യാം. ഇത് രണ്ടും അപ്ലൈ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, xn മൈനസ് xm അല്ലെ പ്ലസ് yn മൈനസ് ym എന്ന് എടുക്കാമല്ലോ. ഇനി is less than or equal to this നോക്കാം. ഇത് മോഡുലസ് ഓഫ് a പ്ലസ് മോഡുലസ് ഓഫ് b ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് a പ്ലസ് മോഡുലസ് ഓഫ് b. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് എന്ത് എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, that is modulus of xn plus yn minus xm plus ym less than or equal to modulus of xn minus xm plus modulus of yn minus ym. ഇനി ഇത് ഇവിടെ മോള് നോക്കിയ മോളത്തെ ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 2 ആയിട്ട് എടുത്താലേ ഇത് വെച്ച് എനിക്ക് എന്ത് പറയാം, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 അല്ലെ, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 യൂസിങ് 1 and 2. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ എപ്സിലോൺ ഇവിടെ എന്താവും, ഇപ്പോ ഈക്വൽ ടു, അതായത് ഇവിടെ ഈക്വൽ ടു എപ്സിലോൺ എന്നാവുമല്ലോ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാവും, അതായത് മോഡുലസ് ഓഫ് xn പ്ലസ് yn മൈനസ് xm പ്ലസ് ym ലെസ് ദാൻ എപ്സിലോൺ ആവും, ലെസ് ദാൻ എപ്സിലോൺ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായല്ലോ, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k അല്ലേ, നാച്ചുറൽ നമ്പർ അല്ലേ, രണ്ട് നാച്ചുറൽ നമ്പറിനേക്കാളുടെ മാക്സിമം സാധാരണ നാച്ചുറൽ നമ്പർ അല്ലേ. ഇനി n, m ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു k modulus of xn minus plus yn minus xm minus ym is less than epsilon. So sequence xn plus yn is a Cauchy sequence അല്ലേ. അപ്പോൾ ഒന്നാമത്തതിന്റെ ആൻസർ ആയി. രണ്ടാമത്തത് എന്ത് പറയണേ, രണ്ടാമത്തത് പറയണത് സീക്വൻസ് xn yn Cauchy എന്ന് കാണിക്കണം. സീക്വൻസ് xn yn Cauchy എന്ന് കാണിക്കാൻ സെക്കൻഡ് പറയണത്, ഇനി സീക്വൻസ് xn ഉം സീക്വൻസ് yn ഉം Cauchy എന്നല്ലേ, given sequence xn and sequence yn are Cauchy. Sequence xn and sequence yn are Cauchy sequence. സീക്വൻസ് xn ഉം സീക്വൻസ് yn ഉം Cauchy ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, അത് ബൗണ്ടറ്റ് ആയിരിക്കും. Cauchy സീക്വൻസ് ആകപ്പാടെ Cauchy സീക്വൻസിൽ രണ്ട് തിയറമേ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് Cauchy സീക്വൻസ് ആണെങ്കിൽ ബൗണ്ടറ്റ് ആവും, രണ്ട് Cauchy സീക്വൻസ് ആണെങ്കിൽ കൺവെർജ് ചെയ്യുമ്പോൾ Cauchy ആവും. രണ്ട്, ഒന്ന് Cauchy സീക്വൻസ് ആണെങ്കിൽ ബൗണ്ടറ്റ് ചെയ്യും. അപ്പോൾ xn ഉം yn ഉം Cauchy ആണെങ്കിൽ, xn ഉം yn ഉം Cauchy സീക്വൻസുകളാണെങ്കിൽ രണ്ടും ബൗണ്ട് ചെയ്യും. Therefore by theorem sequence xn is bounded and sequence yn is bounded. Sequence xn is bounded and sequence yn is bounded. സീക്വൻസ് xn ഉം ബൗണ്ട് ചെയ്യും, സീക്വൻസ് yn ഉം ബൗണ്ട് ചെയ്യും. എന്ന് വെച്ചാൽ സീക്വൻസ് xn എന്തുണ്ട്, അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ട്. സോ മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൻഡ് മോഡുലസ് ഓഫ് yn, ഒരു സീക്വൻസ് ബൗണ്ട് ചെയ്യുന്ന നമ്മൾ ഇങ്ങനെയല്ലേ പറയുള്ളൂ, മോഡുലസ് ഓഫ് yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ഫോർ ഓൾ അല്ലെ, ആൻഡ് സം ക്യാപിറ്റൽ A, ബൗണ്ടഡ് സീക്വൻസിന്റെ ഡെഫിനിഷൻ എങ്ങനെയല്ലേ പറഞ്ഞേ അല്ലെ, ബൗണ്ടഡ് സീക്വൻസിന്റെ ഡെഫിനിഷൻ എങ്ങനെയല്ലേ പറഞ്ഞേ, എയും ബിയും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടല്ലോ ക്യാപിറ്റൽ n എടുത്തിട്ടുണ്ടല്ലോ, മാക്സിമം ഓഫ് n1, n2 എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, നമുക്ക് എന്താ അവിടെ പ്രൂവ് ചെയ്യാനുള്ളത്,
സീക്വൻസ് എക്സ് എൻ വൈ എൻ കോഷി എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ട. സീക്വൻസ് എക്സ് എൻ വൈ എൻ കോഷി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എം വൈ എം ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ കാണിക്കേണ്ടേ, എന്നാലേ കോഷി ആവുള്ളൂ. എക്സ് എൻ വൈ എൻ എന്ന സീക്വൻസ് അത് കോഷി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ കൺസിഡർ ചെയ്യുക. എന്ത് കൺസിഡർ ചെയ്യുക? കൺസിഡർ മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എം വൈ എം കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ വരിക? ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കാം. ഇസ് ഈക്വൽ ടു ഇതിന്റെ ഈ ബ്രാക്കറ്റിനകത്ത് എക്സ് എൻ വൈ എന്നിനോടൊപ്പം ഞാനൊരു എക്സ് എം വൈ എം സബ്ട്രാക്ട് ചെയ്യും. എക്സ് എൻ വൈ എം സബ്ട്രാക്ട് ചെയ്യും. എക്സ് എൻ വൈ എം സബ്ട്രാക്ട് ചെയ്യും. അത് ആഡ് ചെയ്യും. എക്സ് എൻ വൈ എം സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യും. മൈനസ് എക്സ് എം വൈ എം ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് എക്സ് എൻ കോമൺ എടുക്കാമല്ലോ. എക്സ് എൻ കോമൺ എടുത്താൽ എന്തുണ്ട്? എക്സ് എൻ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വൈ എൻ മൈനസ് വൈ എം പ്ലസ് ഇവിടെ ഈ രണ്ടിൽ നിന്ന് വൈ എം കോമൺ എടുക്കാമല്ലോ. വൈ എം കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്? എക്സ് എൻ മൈനസ് എക്സ് എം. ഇനി ഇത് മോഡുലസ് ഓഫ് ഇതല്ലേ, ഇത്രയും എ എന്ന് വിചാരിക്കുക, ഇത്രയും ബി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എം ഇത് ഇത്രയും എക്സും ഇത്രയും വൈയും ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ അല്ലേ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എങ്ങനെ എഴുതും? മോഡുലസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നല്ലേ ബൈ ട്രയാംഗുലർ ഇക്വാലിറ്റി എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എം വൈ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എന്താണ്? എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ എം പ്ലസ് മോഡുലസ് ഓഫ് വൈ എൻ ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് എം. ഇങ്ങനെയാണോ അല്ലേ? എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ എം പ്ലസ് ഇതല്ലേ, ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നല്ലേ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ അല്ലേ. അപ്പോൾ ഇത്രയും മോഡുലസ് പ്ലസ് ഇത് ഇത്രയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത്രയും മോഡുലസ് പ്ലസ് ഇത്രയും മോഡുലസ്, അതല്ലേ അവിടെ പറഞ്ഞേ. ഇനി നോക്കിയേ, മോഡുലസ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എൻ ഇൻറ്റു മോഡ് വൈ എൻ മൈനസ് വൈ എം പ്ലസ് മോഡുലസ് ഓഫ് ഇവിടെ മോഡുലസ് ഓഫ് വൈ എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം. ഇത് ഈക്വൽ ആണ് ആക്ക്, ഇതിന് ഈക്വൽ ആണ്. ഏതിന്? ഈ സ്റ്റെപ്പിന് ഈക്വൽ ആണ്. ഇതിന് ഈ കാണുന്നതിന് ഈക്വൽ ആണ്. ഇതിന് ഈക്വൽ ആണ്. ഇതിന് ഈക്വൽ ആണ്. അപ്പോ നമുക്കിവിടെ കിട്ടിക്കുന്ന മോഡുലസ് ഓഫ് എഴുതാം. മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എം വൈ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ എം പ്ലസ് മോഡുലസ് ഓഫ് വൈ എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം. ഇനി നിങ്ങൾ നോക്കിയേ, ഈ മോഡുലസ് ഓഫ് എക്സ് എൻ ആരാ? പ്രീവിയസ് നോക്കിയേ, മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. മോഡുലസ് ഓഫ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ഫോർ ഓൾ എൻ അല്ലെ. ഇപ്പൊ എന്നിന് ഇവിടെ എന്ത് വന്നാലും മോഡുലസ് ഓഫ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? എ കൊടുക്കും. എ ഇൻറ്റു മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ എം പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്നിന് പകരം എന്ത് കൊടുക്കും? ബി കൊടുക്കും. ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം. ഇനി മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ എം എന്താ? മോഡുലസ് ഓഫ്
നമ്മൾ തൊട്ട് കുറെ മുമ്പ് എഴുതിയല്ലോ മോഡുലസ് ഓഫ് yn മൈനസ് ym ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 അല്ലേ. അപ്പൊ ഇവിടെ എന്തായി മോഡുലസ് ഓഫ് xn yn മൈനസ് xm ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെയുള്ള a ഇൻറ്റു മോഡുലസ് ഓഫ് yn മൈനസ് ym ഇനി എപ്സിലോൺ ബൈ 2 എന്ന് കൊടുത്തു അല്ലെ. എപ്സിലോൺ ബൈ 2 പ്ലസ് b ഇൻറ്റു ഓക്കെ മോഡുലസ് ഓഫ് xn മൈനസ് xm മോഡുലസ് ഓഫ് കണ്ടില്ലേ xn മൈനസ് xm ഇത് എപ്സിലോൺ ബൈ 2 അല്ലേ. യൂസിങ് ഇക്വേഷൻ 2 and 1 ഇതും എപ്സിലോൺ ബൈ 2 യൂസിങ് ഇക്വേഷൻ 2 and 1. അപ്പോൾ നോക്കണേ ഇതിന് മൊത്തത്തിക്ക് പറയും എപ്സിലോൺ എന്ന് കൊടുത്താലോ അല്ലെ എപ്സിലോൺ ഡാഷ് എന്ന് കൊടുത്താലോ. എപ്സിലോൺ എന്ന് കൊടുക്കുന്നത് കാരണം എപ്സിലോൺ കിടക്കേ മോഡുലസ് ഓഫ് xn yn മൈനസ് xm ym ഇത്രയും ലെസ് ദാൻ ഇവിടെ ലെസ് ദാൻ അല്ലേ ലെസ് ദാൻ ഇത്രയ്ക്കും എപ്സിലോൺ ബൈ 2a എന്ന് ചൂസ് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. അല്ല കുഴപ്പമില്ല എപ്സിലോൺ ഡാഷ് എന്ന് എടുത്താലോ വീണ്ടും ചൂസ് ചെയ്ത് ഞാൻ ഒറ്റ ചൂസിംഗിൽ അങ്ങ് ഒഴിവാക്കിയെന്നുള്ളൂ എല്ലാം കൂടി മറ്റേ രണ്ടിനും കൂടി കുഴപ്പമില്ല 2a എന്ന് എടുത്താൽ കുഴപ്പമില്ല ഒഴിവാക്കാം കാരണം a പോസിറ്റീവ് ആണ് എപ്സിലോൺ ബൈ 2a പോസിറ്റീവ് ആണ് എടുക്കാം കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ എപ്സിലോൺ ഡാഷ് ഉണ്ട് നമുക്കൊരു പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടിയാൽ മതിയല്ലോ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ല പോസിറ്റീവ് റിയൽ നമ്പർ കിട്ടിയാൽ മതി തെറ്റല്ല അത് ശരി തന്നെയാണ്. എങ്കിൽ പിന്നെ ഈ പ്രൂഫ് എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ടി വരും എപ്സിലോൺ ബൈ 2a എന്നൊക്കെ പറഞ്ഞാൽ മറ്റാണ് ഒറ്റ പ്രൂഫിൽ തന്നെ എല്ലാം അവസാനിപ്പിക്കും. ഈ ഒരു കണ്ടീഷൻ തന്നെ മതി അങ്ങനെ ചെയ്യുന്ന തെറ്റല്ല ശ്രീ എഴുതിക്കോ കുഴപ്പമില്ല നല്ലത് തന്നെ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ അതൊന്നും ഫിക്സഡ് സാധനമൊന്നുമല്ലല്ലോ അത് റിയൽ നമ്പർ ഏത് റിയൽ നമ്പറാണ് അപ്പൊ ഇതൊരു റിയൽ നമ്പറാണ്. ലെസ് ദാൻ എപ്സിലോൺ ഡാഷ് വേർ വേണമെങ്കിൽ എടുക്കുക വേർ എപ്സിലോൺ ഡാഷ് ഒരു റിയൽ നമ്പറാണ് ആരാ എപ്സിലോൺ ഡാഷ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡാഷ് ഇസ് ഈക്വൽ ടു a epsilon by 2 plus b epsilon by 2. അപ്പോൾ എന്തായി thus we get actual number k such that k element of n such that whenever m comma n greater than or equal to k modulus of xn yn minus xm ym less than epsilon dash for all epsilon dash greater than 0. Hence sequence xn yn is a Cauchy sequence. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് പ്രയാസമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം അത് ഒന്നോ രണ്ടോ ലൈനിൽ അവസാനിച്ചു പോകും അതുകൊണ്ട് അത് എഴുതുന്ന തെറ്റൊന്നുമില്ല എന്നാൽ നോക്കി xn കോഷിയാണ് xn കോഷി ആയതുകൊണ്ട് xn കോഷി സീക്വൻസ് ആയതുകൊണ്ട് xn കൺവെർജന്റ് സീക്വൻസ് ആണ് xn കോഷി സീക്വൻസ് ആയതുകൊണ്ട് xn കൺവെർജന്റ് സീക്വൻസ് ആണ് yn കോഷി സീക്വൻസ് ആയതുകൊണ്ട് yn കൺവെർജന്റ് സീക്വൻസ് ആണ്. ഇനി xn കൺവെർജ് ചെയ്യുന്നതുകൊണ്ട് xn എന്നുള്ളത് xലോട്ട് കൺവെർജ് ചെയ്യുന്ന എടുക്കുക yn കൺവെർജ് ചെയ്യുന്നത് കൊണ്ട് yn കൺവെർജസ് ടു yn എടുക്കുക. xn ഉം yn ഉം കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ നമുക്കറിയാം xn പ്ലസ് yn എന്ന സീക്വൻസും കൺവെർജ് ചെയ്യും അത് എങ്ങോട്ട് കൺവെർജ് ചെയ്യും x പ്ലസ് വൈയിലേക്ക് കൺവെർജ് ചെയ്യുന്ന രണ്ടാമത്തെ മോഡ്യൂളിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ xn പ്ലസ് yn എന്ന സീക്വൻസ് x പ്ലസ് വൈയിലോട്ട് കൺവെർജ് ചെയ്യും അതുകൊണ്ട് xn പ്ലസ് yn എന്ന സീക്വൻസ്
കൺവെർജ് ചെയ്യും. എക്സ് എൻ പ്ലസ് വൈ എന്ന സീക്വൻസ് കൺവെർജ് ചെയ്യുമെങ്കിൽ വീണ്ടും കോഷീസ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുക. കൺവെർജന്റ് സീക്വൻസുകളെല്ലാം കോഷി സീക്വൻസ് ആണ്. അതുകൊണ്ട് എക്സ് എൻ പ്ലസ് വൈ എന്ന സീക്വൻസ് കോഷിയാണ്. അങ്ങനെയും പ്രൂഫ് എഴുതിയാൽ തെറ്റല്ല. ഓക്കെ.